നമസ്കാരം. ഓസാന ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ആൽബിൻ പാവൂടത്ത്. പിറവം മണ്ഡലത്തിനോട് MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അനാസ്ഥ കാണിക്കുന്നുവെന്നും പിറവം MLAക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പോലും അറിയില്ല എന്നും പിറവം മണ്ഡലത്തിന് 2016 മുതൽ 21 വരെ അനുവദിച്ച പദ്ധതികൾ ഒന്നും നടത്തുവാൻ MLA തയ്യാറായിട്ടില്ല എന്നും പെരുവമുടി റോഡ് നിർമ്മാണം ഉൾപ്പെടെ പലതിനോടും മുഖം തിരിച്ച നിലപാടാണ് MLA കാണിച്ചിട്ടുള്ളതെന്നും MLA ആയും മന്ത്രിയുമായും ഇരിക്കെ പ്രഖ്യാപിച്ച പിറവം എക്സൈസ് കടവ് പാലത്തിലൂടെയാണല്ലോ പിറവം MLA ഇപ്പോഴും യാത്ര ചെയ്യുന്നത് എന്നും അതുകൊണ്ടാണ് വികസനത്തിൽ പിറവം മണ്ഡലം പിന്നോട്ട് പോയതെന്നും LDF മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം സെക്രട്ടറി PB രതീഷ് സംസാരിച്ചു. MLA ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ യാത്ര പള്ളിക്കവലയിൽ CN സദാമണിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നേതാക്കളായ MJ ജേക്കബ്, ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, സോജൻ ജോർജ്, KP സലീം, KN ഗോപി, MM ജോർജ്, സോമൻ വലയിൽ, ജോർജ് ചമ്പമല, ദുർഗ പ്രസാദ്, ബൈജു ചാക്കോ, ജൂലി സാബു, സ്മിത എൽദോസ് എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ബജറ്റിൽ പണം അനുവദിച്ചു എന്ന് പറഞ്ഞ പാലം, ആ പാലം നിങ്ങൾ പ്രചരണം നടത്തിയ പാലം ഇന്നും എന്റെ അന്തരീക്ഷത്തിൽ ആകാശത്ത് നിൽക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ അനുഭവമാണ് സഖാവ് KP പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് MLAക്ക് അറിയില്ല. കേരളത്തിലെ മന്ത്രിമാരുടെ ഓഫീസ് 4 വർഷം പിന്നിട്ടിട്ടും അറിയാത്ത ഒരു MLA, അത് പിറവം ജനതയ്ക്ക് അപമാനമാണ്. 11 റോഡുകൾ ഇന്ന് ഈ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇതിനും എത്രയോ മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട റോഡാണ് പെരുവമ്മൂടി പിറവം റോഡ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. 2019 പണം അനുവദിച്ച 98 കോടി രൂപ അനുവദിച്ച ഈ പദ്ധതി നിലച്ചു നിൽക്കുമ്പോൾ ആ ഒരു ഇടപെടലും നടത്താൻ MLA സന്നദ്ധനാകുന്നില്ല. 98 കോടി രൂപയാണ് അത് റീബിൽഡ് കേരളയിൽ നിന്നും ഗവൺമെന്റ് പണം അനുവദിച്ചത്. കിഫ്ബി പോലെ തന്നെ റീബിൽഡ് കേരളയുടെ പണത്തിലും യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ മാത്രം ഈ പദ്ധതി നടപ്പാക്കുന്നില്ല. കേരളം എന്ന പേരിൽ പൊതുമരാമത്ത് വകുപ്പ് വളരെ വേഗത്തിൽ നടപ്പാക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്ന കുരിക്കാട് റെയിൽവേ മേൽപ്പാലം 36 കോടി രൂപയുടെ പദ്ധതി, ഇടതുപക്ഷ ഗവൺമെന്റ് പണം അനുവദിച്ച പദ്ധതി MLAയുടെ നിഷ്ക്രിയത്വം കൊണ്ട് ആരംഭിച്ചിട്ടില്ല, നിലച്ചു കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. 2017 തിരുവാങ്കുളം ബൈപ്പാസിന് 25 കോടി രൂപ അനുവദിച്ചു. തിരുവാങ്കുളം നഗരത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ 25 കോടി രൂപ 2017 കിഫ്ബി അനുവദിച്ചു. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. MLA മറുപടി പറയണം. 2018 36 കോടി രൂപ അനുവദിച്ചു. അതിൽ 15.25 കോടി രൂപ ആദ്യ ഗഡുവായി മാറ്റിവെച്ചു. എന്തെങ്കിലും പ്രവർത്തനം ആരംഭിക്കാൻ MLA ഇടപെട്ടിട്ടുണ്ടോ, ആരംഭിച്ചിട്ടുണ്ടോ? മറുപടി പറയണം. ചില പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്താ പോസ്റ്ററുകളുടെ ഉള്ളടക്കം? പിറവം മണ്ഡലത്തിലേക്ക് മാത്രം സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ലെന്ന്. ഇത് ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും? ഈ 790 കോടി രൂപയും കിഫ്ബി വഴി പിറവം മണ്ഡലത്തിൽ അനുവദിച്ച പദ്ധതികളാണ്. ഈ പ്രചാരണം സംഘടിപ്പിക്കുന്നവർ എന്താണ് കിഫ്ബി എന്ന് മനസ്സിലാക്കണം. 5 കോടിയിൽ 1,18,00,000 രൂപ മാത്രം മുടക്കി ഒരു സ്കൂളിന് ഏറ്റവും അവസാനം നിർമ്മിക്കേണ്ടത് എന്തോ അവ ആദ്യം നിർമ്മിച്ച് ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മറ്റു സ്കൂളുകളോടൊപ്പം ഒരു ചടങ്ങായി നിർവഹിക്കുകയായിരുന്നു. കേരളത്തിലെ 140 ഹൈടെക് സ്കൂളുകളും സജീവമായി പ്രവർത്തിക്കുമ്പോഴും പിറവം മണ്ഡലത്തിലെ കുന്നംപുറം സ്കൂൾ ഇന്നും ആ 118 കോടി രൂപ മാത്രം ചെലവിട്ട് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ MLA എന്ന നിലയിൽ അനൂപ് ജേക്കബ് ഏത് നിലയിലാണ് പിറവത്ത് ഇടപെടുന്നത് എന്ന് അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സഖാവ് KP സൂചിപ്പിച്ചു.